നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. SSLC പരീക്ഷ ആരംഭിച്ചു. 2971 കേന്ദ്രങ്ങളിലായി 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ മോഷണം. പള്ളിയുടെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. കൊടകര ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം നടന്നു. ജില്ലയിലെ മികച്ച സംരംഭക സൗഹൃദ പഞ്ചായത്തായി വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. 2022-23 സംരംഭ വർഷത്തിൽ പഞ്ചായത്തിൽ 161 വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷ ആരംഭിച്ചു. 9:30 മുതൽ 11:15 വരെയായിരുന്നു ഇന്നത്തെ പരീക്ഷ. 2971 കേന്ദ്രങ്ങളിലായി 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇന്ന് മലയാളം പരീക്ഷയായിരുന്നു. ലക്ഷദ്വീപ്, ഗൾഫ് അടക്കം 2971 കേന്ദ്രങ്ങളിലായി 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഈ മാസം 25 വരെയാണ് SSLC പരീക്ഷ. ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം. മെയ് പകുതിയോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കാനാണ് തീരുമാനം. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ മോഷണം. പള്ളിയുടെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. സമീപത്തെ മതബോധന ഓഫീസിൽ കയറിയ മോഷ്ടാവ് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ലോക്കർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കൊടകര ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം നടന്നു. 2 ഗ്രിൽ ഗേറ്റുകളുടെ താഴും സ്കൂളിന്റെ വാതിലുകളുടെ താഴും തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. പള്ളിയിലും സ്കൂളിലും നഷ്ടപ്പെട്ടത് എന്തൊക്കെയെന്ന് പരിശോധിച്ചു വരികയാണ്. പള്ളിയിലെ നിരീക്ഷണ ക്യാമറകളും കൊടകര പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജില്ലയിലെ മികച്ച സംരംഭക സൗഹൃദ പഞ്ചായത്തായി വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. 2022-23 സംരംഭ വർഷത്തിൽ 161 വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിന് കഴിഞ്ഞു. ഇതിലൂടെ 4.57 കോടി നിക്ഷേപവും 317 തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചു. 2023-24 സംരംഭ വർഷത്തിൽ ലക്ഷ്യമിട്ട 94 വ്യവസായ യൂണിറ്റുകളിൽ 100% വ്യവസായ യൂണിറ്റുകളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു. പഞ്ചായത്തിന് വേണ്ടി മന്ത്രി P. രാജീവിൽ നിന്ന് പ്രസിഡന്റ് M. മുകേഷ്, വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ്, സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു ബാബു എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കയ്പമംഗലം മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ കുടിവെള്ള പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് E.T. ടൈസൺ MLA ഉന്നത യോഗം വിളിച്ചു ചേർത്തു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തരമായി GPS ഘടിപ്പിച്ച വാഹനങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ യോഗത്തിൽ തീരുമാനമായി. ഹൈവേയുടെ നിർമ്മാണത്തിൽ പൈപ്പ് ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ PWയുടെയും വാട്ടർ അതോറിറ്റിയുടെയും എഞ്ചിനീയർ വിങ്ങുകൾ പരിശോധിച്ച് വേണ്ട നടപടികൾ വേഗത്തിലാക്കുവാൻ തീരുമാനിച്ചു. ജലജീവ മിഷന്റെയും പൈപ്പ് ലൈനുകൾ പൂർത്തിയാക്കേണ്ട പഞ്ചായത്തുകളിൽ എത്രയും വേഗത്തിൽ പണി പൂർത്തീകരിക്കുവാൻ തീരുമാനമായി. PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, നിഷ അജിതൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ശോഭന രവി, TS ചന്ദ്രബാബു എന്നിവരും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ബാബു, ലിറ്റി ജോർജ്, ബിന്നി പോൾ, എഞ്ചിനീയർമാരായ പ്രജിത, ഹൈദ, ഓവർസിയർമാരായ ഹസീന, സുധീർ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അധ്യാപകനും ഗ്രന്ഥകർത്താവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന IR കൃഷ്ണൻ മേത്തലയുടെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണവും അവാർഡ് സമർപ്പണവും നടത്തി. IR കൃഷ്ണൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ SNDP യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളീധരൻ ആനാപ്പുഴ അധ്യക്ഷനായി. KKTM കോളേജ് മലയാള വിഭാഗം HOD ഡോക്ടർ G. ഉഷാകുമാരി ജേതാവ് TV വിലാസിനിക്ക് അവാർഡ് സമർപ്പണം നടത്തി. TV വിലാസിനിയുടെ അടച്ചുറ്റൽ എന്ന കവിതാ സമാഹാരത്തിനാണ് 15,001 രൂപയും ശില്പവും അടങ്ങുന്ന അവാർഡിന് അർഹമായത്. മലയാള സാഹിത്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ കൊടുങ്ങല്ലൂരിൽ ഇത്തരം സാഹിത്യ പരിപാടികൾ നടക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. മഹാഭാരതത്തിലെയും മറ്റു കൃതികളിലെയും നല്ല കഥാപാത്രങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനാണ് കൃഷ്ണൻ മാസ്റ്റർ ശ്രമിച്ചതെന്ന് ഡോക്ടർ G. ഉഷാകുമാരി പറഞ്ഞു. കവി സെബാസ്റ്റ്യൻ അവാർഡ് കൃതി പരിചയപ്പെടുത്തി. കൃഷ്ണൻ മാസ്റ്റർ രചിച്ച വഴി തെറ്റിവന്ന അതിഥി, രാജഹംസം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം കവി ജിനന് നൽകി MLA ടൈസൺ നിർവഹിച്ചു. ഈ അവാർഡ് തുടർന്ന് എഴുതാൻ പ്രേരണ നൽകുന്നുവെന്ന് ജേതാവ് T. വിലാസിനി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഫൗണ്ടേഷൻ സെക്രട്ടറി T. K. ഗംഗാധരൻ,
ഇ ജിനൻ, CS തിലകൻ, സുനിൽ P മതിലകം, ശ്യാംകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പോട്ട സുന്ദരി കവലയിൽ കാർ കിണറ്റിലേക്ക് മറിഞ്ഞ അപകടം. പോട്ട കളരിക്കൽ വീട്ടിൽ സതീശൻ, ഭാര്യ ജിനി, സുഹൃത്ത് ഷിബു എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം 30 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ ആളുകളെ രക്ഷപ്പെടുത്തി. സേന എത്തിയപ്പോഴേക്കും കാർ വെള്ളത്തിലേക്ക് സാവധാനം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സേനാംഗങ്ങൾ ഉടൻ തന്നെ കിണറ്റിലിറങ്ങി എല്ലാവരെയും പുറത്തെത്തിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ C രമേശ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PS സന്തോഷ് കുമാർ, C ജയകൃഷ്ണൻ, സാജൻ രാജ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജയൻ, ഹോംഗാർഡ് CS വിനോദ്, KS അശോകൻ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിനെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് അന്നദാനം നടത്തിവരുന്ന ഹൈന്ദവ സംഘടനകൾ യോഗം ചേർന്നു. മീനഭരണി അന്നദാന യജ്ഞസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാസംഗമത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കഴിഞ്ഞ 12 വർഷമായി അന്നദാനം നടത്തിവരുന്ന സേവാഭാരതി അന്നദാന യജ്ഞസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 1001 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. അന്നദാന യജ്ഞസമിതി ചെയർമാൻ പ്രൊഫസർ P നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷനായി. ഹൈന്ദവ സാമുദായിക, സാംസ്കാരിക, ആധ്യാത്മിക, സന്നദ്ധ സേവാ സംഘടനകളുടെ പ്രതിനിധികൾ സംബന്ധിച്ചു. മാതൃസംഗമത്തിൽ അഡ്വക്കേറ്റ് G അഞ്ജനാദേവി മുഖ്യപ്രഭാഷണം നടത്തി. മാതൃസമിതി സംയോജക പത്മ വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ PG ശശികുമാർ, മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ, സുധാകർ G, അഡ്വക്കേറ്റ് ത്രിവിക്രമൻ അടികൾ, MB ഷാജി, വിവിധ ഹൈന്ദവ സാമുദായിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിലെ 22-ാം വാർഡിൽ ഉമ്മൻചാണ്ടി സ്മൃതി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. ബെന്നി ബെഹനാൻ MP താക്കോൽ കൈമാറി. സ്മൃതി ചെയർമാൻ PS മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. CP ട്രസ്റ്റ് പ്രതിനിധികളായ നിസാബ്, ഹിലാൽ, KPC MK അബ്ദുൽ സലാം, DCC ജനറൽ സെക്രട്ടറിമാരായ CM നാസർ, അഡ്വക്കേറ്റ് മഹേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ PB മൊയ്തു, സുനിൽ P മേനോൻ, OIC CN കാസ്മിഡിൽ, ഈസ്റ്റ് കൺവീനർ നാസർ കറുകപ്പാടത്ത്, സ്മൃതി കൺവീനർ CP തമ്പി, ട്രഷറർ KR റാഫി, PA മുഹമ്മദ് സഗീർ, TM കുഞ്ഞുമൊയ്തീൻ, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. SSLC പരീക്ഷ ആരംഭിച്ചു. 2971 കേന്ദ്രങ്ങളിലായി 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ മോഷണം. പള്ളിയുടെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. കൊടകര ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം നടന്നു. ജില്ലയിലെ മികച്ച സംരംഭക സൗഹൃദ പഞ്ചായത്തായി വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. 2022-23 സംരംഭ വർഷത്തിൽ പഞ്ചായത്തിൽ 161 വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.